വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോടൻ ബീഫ് ബിരിയാണിയാണ് എൻ്റെ സ്റ്റൈലിൽ. കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീഫ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ വാഴച്ചലോ അങ്ങനെയൊന്നും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ബീഫ് കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ എല്ലാം മാരിനേഷൻ എടുക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ 1 കിലോ ബീഫാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് 1/2 കിലോ സവോളയാണ് എടുത്തേക്കുന്നത് ഫുള്ളായിട്ട്. അതിൻ്റെ ഒരു മുക്കാലോളം നമ്മളിപ്പോൾ എടുക്കും. മുക്കാലല്ല പകുതിയോളം എടുക്കും. ഏകദേശം 3 സവോളയുടെ കണക്കിൽ, 3 വലിയ സവോളയുടെ കണക്കിൽ സവോള എടുത്തു. ഇതിലേക്ക് 3 ടൊമാറ്റോസ്, ചെറുതാണെങ്കിൽ 4 എടുക്കുക, സ്ലൈസ് ചെയ്തത്. വെളുത്തുള്ളി ചതച്ചത് 3 ടേബിൾ സ്പൂൺ. ഇഞ്ചി ചതച്ചത് 2 ടേബിൾ സ്പൂൺ. പച്ചമുളക് ഞാനൊരു 10 ചതച്ചേക്കുന്നത്, അത് ഇടാം. ശകലം പ്രിസർവ് ചെയ്ത് വെച്ചു, ബാക്കി മൊത്തം ഇടുക. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇതിലേക്ക് നാരങ്ങാ നീര് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരോടെ ഒഴിച്ചു. ഗരം മസാല ഒരു 1 ടീസ്പൂൺ ചേർക്കാം. തൈര് 1/2 കപ്പ് തൈര്. ഉപ്പ് 1 കിലോ ഇറച്ചിക്കളാണല്ലോ, അപ്പോൾ അത് കണക്കാക്കി ഇടാം. ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ഇടുകയാണിപ്പം. ബാക്കി ഗ്രാജുവലി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് പുതിന ഇല 1/2 കപ്പ്, ചെറിയ പിടി. കറിവേപ്പില കുറച്ച്, ഒരു 5-6 ഇല. മല്ലിയില നല്ലൊരു പിടി മല്ലിയില, ഇത്ര. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാതെ കൈവച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഉപ്പിട്ടേക്കുന്നതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഇറങ്ങും. വെജിറ്റബിൾസിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങി. ഇനി ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം. നമ്മളിവിടെ എടുത്തേക്കുന്ന 1 കിലോ ബീഫാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വലുപ്പത്തിൽ ബോണൂടെ ഉള്ളതാണ്. ഏകദേശം 30-35 ഗ്രാംസ് അപ് ടു 50 ഗ്രാംസ് വരെ എടുക്കാം. ഒരു പീസ് ഒരു 50 ഗ്രാം വരുന്ന വരെ എടുക്കാം. ഞാനൊരു 30 ഗ്രാം വരുന്ന പീസസ് ഇട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. 1 കിലോ ബീഫ് വിത്ത് ബോൺ. കുറച്ച് ഫാറ്റ് ഉണ്ടെങ്കിലും നല്ലതാണ്. നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ. നന്നായിട്ട് മിക്സ് ചെയ്യാം. വളരെ മൈൽഡ് ഫ്ലേവറുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഈ കോഴിക്കോടൻ സ്റ്റൈലിലെ ബിരിയാണി. അപ്പോൾ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള നട്ട്സ്, റൈസൻസ്, പിന്നെ അണിയൻസ് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെക്കാം. കുറച്ച് ഗീ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് നട്ട്സും റൈസൻസും ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി നമുക്ക് നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. 3 to 4 ടേബിൾ സ്പൂൺ നട്ട്സ് യൂസ് ചെയ്യാം. നട്ട്സ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിനകത്തേക്ക് കിസ്മിസ് കൂടെ ഇടാം. നട്ട്സും റൈസൻസും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയി. ഇനി അടുത്തായിട്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഈ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ ഓയിൽ ഒഴിക്കാം. ഉള്ളി വറക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ. ഉള്ളി നന്നായിട്ട് ക്രിസ്പി ആവാനായിട്ട് ഇത് 1/2 ടീസ്പൂൺ ഷുഗർ,
കുറച്ച് സോൾട്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് എടുക്കുക. ഏകദേശം 2 വലിയ സവോളയുണ്ട്, അത് ഫ്രൈ ചെയ്തെടുക്കുക. അണിയൻസ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എടുക്കാം. കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഒരു സ്റ്റേജിൽ എടുക്കുക. എപ്പോഴും ഓർക്കണം, അണിയൻസ് ഇരുന്നൊരു കുക്കിംഗ് ഉണ്ട്, അപ്പം അതുകൊണ്ട് കറക്റ്റ് പരുവത്തിൽ എടുക്കുക. ഓക്കെ, ഇത് മാറ്റി വെക്കാം. ഇനി ഈ സെയിം പാത്രത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും റൈസ് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 4 കപ്പ് കൈമാരി. ആ കൈമാരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെള്ളം വാങ്ങുന്നതാണ്. ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം വെള്ളം കളഞ്ഞ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ 4 കപ്പ് ആയതുകൊണ്ട് 6 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ചേർക്കുക. ആറ് കപ്പ് നിറച്ചില്ല, കുറച്ച് പാലും കൂടെ ചേർത്ത് ഓക്കെ 6 കപ്പാക്കി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിടുമ്പോൾ എപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം, എന്നാലേ ചോറ് കുക്ക് ചെയ്ത് വരുമ്പോൾ ഉപ്പ് ആവശ്യത്തിന് ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് ബോയിൽ ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ പട്ട, സിനമൺ 2 കഷ്ണം, ഏലക്ക ഒരു 10 എണ്ണം, ഗ്രാമ്പു ഒരു 12 എണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഒരു 1/4 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. 1/2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത്, 1/4 ടീസ്പൂൺ തന്നെ ഇഞ്ചി ക്രഷ് ചെയ്തത്, ഒരു 1/2 ലെമണിൻ്റെ നാരങ്ങ നീര്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ ഇത് പെട്ടെന്ന് തിളയ്ക്കാനായിട്ട് ഞാൻ അടച്ചു വെക്കുകയാണ്. എപ്പോഴും ഉപ്പൊക്കെ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിൽക്കണം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് തുടങ്ങി. ഇതിലേക്ക് റൈസ് ഇടാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 4 കപ്പ് അരിയാണ്. അപ്പോൾ 1 കപ്പിന് 1.5 എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം എടുത്തേക്കുന്നത്. 6 കപ്പ് വെള്ളം ചേർത്തു. നമ്മൾ എടുത്തേക്കുന്ന കൈമ റൈസാണ്. കൈമ അല്ലെങ്കിൽ ജീരകശാല അരി ഉപയോഗിക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ കുറച്ച് അടച്ച് കുക്ക് ചെയ്യും. നമ്മളിവിടെ പാലൊഴിച്ചല്ലോ, പാലിന് വരുന്നെങ്കിൽ തൈര് വേണമെങ്കിലും ചേർക്കാം. ഒന്നുകൂടെ അരിക്കൊരു മയം കിട്ടാനായിട്ട് നമ്മളങ്ങനെ ചേർക്കുന്നത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇത് അടച്ചു വെച്ച് തീ കുറച്ച് വെക്കാം. എന്നിട്ട് വെള്ളം മൊത്തം പറ്റുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം 7 മിനിറ്റായി. ഒന്ന് ഇളക്കിയിട്ട് വെക്കാം. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഉള്ളൂ. നടുക്ക് നോക്കിയാൽ കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതുകൂടെ പറ്റണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ്സോളം ആയി. റൈസ് 3/4 കുക്ക്ഡ് കേട്ടോ. വെള്ളം എല്ലാം പറ്റി, ഒട്ടും കുഴയാത്തൊരു പരുവത്തിൽ കിട്ടി. ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഓഫ് ചെയ്ത് വെക്കുക. റൈസ് ഒരിക്കലും കുഴഞ്ഞു പോകാൻ പാടില്ല. ഇതാരും വരുക. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ റൈസ് 80% കുക്ക്ഡ് ആണ്. ഇനിയും നമുക്ക് അടുത്ത ബീഫ് മസാല അത് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 മണിക്കൂറോളം വെച്ചു. ഇനി അത് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവാനായിട്ട് കുറച്ച് വെള്ളം വേണ്ടി വരും. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് വേണം കുക്ക് ചെയ്യാൻ. ബീഫിൽ നിന്ന് കുക്കാകുമ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കണക്കാക്കി കുറച്ച് വെള്ളം ആഡ് ചെയ്യാം.
ഞാൻ ഫസ്റ്റ് വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ച് വെക്കും. കുറച്ച് ശേഷം ഒരു 4-5 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവും വ്യത്യാസം വരും. അപ്പോൾ ഓരോരോ നമ്മൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് കണക്കാക്കി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് പ്രഷർ കുക്കറിൽ ഞാൻ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തത്. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞ ശേഷം തീ കുറച്ച് ഒരു 4 വിസിലും കൂടെ വന്നു. അപ്പോൾ ഇപ്പം പ്രഷർ ഫുൾ പോയ ശേഷം നമ്മൾ തുറക്കുകയാണ്. അപ്പോൾ നോക്കി അതിനകത്ത് നന്നായിട്ട് വെള്ളമുണ്ട്. ഇത് പറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിടാം. അങ്ങനെ വെള്ളം പറ്റുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഒരു 3/4 പറ്റണം. കുറച്ച് ഗ്രേവി മതി നമുക്ക്. അപ്പോൾ അതുവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം ചെക്ക് ചെയ്യുക. കുറച്ച് ഉപ്പ് കുറവാ, ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുക. ഞാൻ ഗ്രേവി പറ്റുന്നവരെ പറ്റിച്ചെടുക്കുക. ഇപ്പം നോക്കിയാൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ട്, അത് നമ്മൾ ബാക്കി ദം ചെയ്യുമ്പോഴത്തേക്ക് അത് വറ്റിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനിയും ദം ചെയ്യാനായിട്ടൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. നമ്മൾ റൈസ് കുക്ക് ചെയ്ത സെയിം പാത്രം തന്നെ എടുക്കുന്നത്. ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്യാം. ഒരു ലെയർ ഓഫ് റൈസ്. ഇതിന് മേലെ ഉള്ളി വറുത്തത് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാം. കുറച്ച് പുതിന ഇല, ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും നട്ട്സും റൈസിൻസും കൂടെ ആഡ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. റൈസ് തീരുന്നവരെ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ റൈസ് എല്ലാം ലെയർ ചെയ്തു. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് പാൽ ദം ചെയ്യാനായിട്ട് വെക്കാൻ പോവുക. അപ്പം കുറച്ച് പാലൊഴിക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് പാലെടുത്തേക്കുന്നത്. അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. കാൽ കപ്പ് നെയ്യ്, കുറച്ച് ഗരം മസാല ഞാൻ സ്പ്രിങ്കിൾ ചെയ്യുക. വളരെ കുറച്ച്. ഒരു കളറിന് വേണ്ടിയിട്ട് ഈ ഫസ്റ്റ് ലെയർ, ടോപ്പ് ലെയർ മാത്രം ഇച്ചിരി മഞ്ഞൾ പൊടി. അത് ഓപ്ഷനിലാണ്. നമ്മുടെ ബിരിയാണിയുടെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. അടുത്തായിട്ട് ദം ചെയ്യാനായിട്ട് വെക്കാം. നമ്മൾ അടുപ്പേ തന്നെയാണ് വെക്കുന്നത്. അപ്പം എപ്പോഴും ഒരു പഴയ ദോശക്കല്ല് വല്ലതും ഉണ്ടെങ്കിൽ അത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ പാത്രം വെച്ച് ദം ചെയ്യാം. നമ്മൾ ഉപയോഗിക്കാത്തൊരു കല്ല് വെക്കുക. ബിക്കോസ് ഹൈ ഫ്ലെയിം വരുമ്പോൾ കല്ല് അഴുക്കായി പോകും. ഉപയോഗിക്കാത്തൊരെണ്ണം വെക്കുക. പിന്നെ തീ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കും. അതിനുശേഷം തീ കുറച്ച് ഒരു 20 മിനിറ്റ് ദം ചെയ്യുക. സ്ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുക. നമ്മളിതൊരു 20 മിനിറ്റ്സോളം ദം ചെയ്തു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക്, സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം റൈസ് നമുക്ക് സൈഡിലേക്ക് വെക്കാം. മസാല,
യൂഷ്വലി നമ്മൾ വലിയ ക്വാണ്ടിറ്റി ഒക്കെ സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും മീറ്റ് ഒരു സൈഡിൽ വെക്കും, റൈസ് ഒരു സൈഡിൽ വെക്കും. അപ്പം ഞാൻ ഇതിപ്പം റൈസ് മീറ്റിൻ്റെ പുറത്ത് റൈസ് വെച്ച് കവർ ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള നട്ട്സ് അതെല്ലാം വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ഈ ബിരിയാണി റെഡിയായി. ഞാൻ എൻ്റെ വേർഷനിലുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതിനു മുമ്പ് നമ്മളൊരു തലപ്പാക്കട്ടി ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും ഒക്കെ ചെയ്തു. അതൊക്കെ നിങ്ങൾ കണ്ടു, ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.